Welcome to RK's Stories. വില്വാദ്രി ഭാഗം 28. സോറി ചേച്ചി, പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. അവര് ബിസിനസ്സിലെ നമ്മുടെ റൈവൽസാ. അവരുമായി ചേർന്ന് ഒരു ബിസിനസ് ചെയ്യാൻ ചേച്ചി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ കമ്പനിയിൽ തുടർന്നുകൊണ്ടാവരുത്. ശിവ പറഞ്ഞത് കേട്ട് മഞ്ജിമ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. അല്ലെങ്കിൽ ഇനി ഈ കമ്പനിയിൽ ആര് വർക്ക് ചെയ്യാൻ പോകുന്നു? ഞാൻ ഇവിടെ നിന്ന് റിസൈൻ ചെയ്യാം. എന്റെ റെസിഗ്നേഷൻ ഞാൻ നിന്റെ മെയിലിലേക്ക് അയച്ചേക്കാം, പോരെ? അതും പറഞ്ഞിട്ട് ക്യാബിന്റെ വാതിൽ ശക്തിയോടെ വലിച്ചു തുറന്ന് മഞ്ജിമ ദേഷ്യത്തോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നെറ്റിയിൽ കൈ താങ്ങി ചിന്താഭാരത്തോടെ ശിവ ഇരിക്കുന്നത് കണ്ട് വിജയ് എഴുന്നേറ്റു. ശിവ ടെൻഷനാകാതിരിക്കേ, നമുക്ക് നോക്കാം. എന്തായാലും പ്രശാന്ത് അറിയാതിരിക്കുകയില്ലല്ലോ ഈ കാര്യം. നമുക്ക് പ്രശാന്തിനോട് കൂടി ഒന്ന് ചോദിക്കാം. അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് വിജയ് പറഞ്ഞത് കേട്ട് അവൾ തല ഉയർത്തി നോക്കി. വേണ്ട, പ്രശാന്ത് ഏട്ടനോട് ഇപ്പൊ ഈ കാര്യം ചോദിക്കണ്ട. ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് മതി. അവൾ പറഞ്ഞത് കേട്ട് വിജയും അമലും പരസ്പരം ഒന്ന് നോക്കിയിട്ട് തല കുലുക്കി. അന്ന് വൈകുന്നേരം ഓഫീസിൽ നിന്നും വന്നതിന് ശേഷം ഫ്രഷ് ആയി കഴിഞ്ഞ് ആമസോൺ പ്രൈമിൽ ഒരു സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബംഗ്ലാവിൽ നിന്നും ഒരു കരച്ചിൽ കേട്ടതുപോലെ വിജയിന് തോന്നി. ആരോ കരയുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. വിജയ് പറഞ്ഞത് കേട്ട് അമൽ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചു. വിജയ്, ഓടിവാ! ബംഗ്ലാവിന്റെ മുന്നിൽ നിന്നും അദ്രികയുടെ കരച്ചിൽ വീണ്ടും കേട്ടതും അമലും വിജയും ചാടി എഴുന്നേറ്റ് പുറത്തേക്കോടി. അവിടെ ബംഗ്ലാവിന്റെ വരാന്തയിൽ നിന്നും അകത്തേക്ക് കൈ ചൂണ്ടി അദ്രിക ഉറക്കെ കരയുന്നത് കണ്ട് അവർ അങ്ങോട്ടേക്ക് ഓടിക്കയറി. എന്താ അദ്രി, എന്താ പറ്റിയത്? അവളുടെ അടുത്തേക്ക് ഓടിയെത്തിയ വിജയ് ചോദിച്ചു. അതിന് മറുപടി പറയാതെ കിതച്ചുകൊണ്ട് അകത്തേക്ക് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് അവൾ ചെയ്തത്. ഹാളിലേക്ക് ഓടിക്കയറിയ അവർ ആ ഹാൾ ഇരുട്ടിൽ മുങ്ങിയിരിക്കുന്നത് കണ്ട് അവിടെ തന്നെ നിന്നു. അടുത്ത നിമിഷം ഹാളിൽ ലൈറ്റുകൾ തെളിഞ്ഞു. ഇരുവശത്തു നിന്നും സ്പാർക്കിൾ പോപ്പേഴ്സ് പൊട്ടി. അതിനകത്തെ ഗിൽറ്റുകൾ അവർക്ക് ചുറ്റിനും ചിതറിത്തെറിച്ചു. വർണ്ണശബളമായ തോരണങ്ങളും ബലൂണുകളും കൊണ്ട് മുറി മുഴുവൻ അലങ്കരിച്ചിരുന്നു. ഹാപ്പി ബർത്ത്ഡേ വിജയ്! ഉച്ചത്തിലുള്ള ആർപ്പുവിളികൾ കേട്ട് വിജയ് അത്ഭുതത്തോടെ അവിടെ തന്നെ നിന്നു. ഇരുവശത്തു നിന്നും പോപ്പേഴ്സ് പിടിച്ചുകൊണ്ട് ശിവയും മേഘയും അവന്റെ അരികിലേക്ക് വന്നു. കുറച്ചപ്പുറത്തു മാറി ശാന്തമ്മ ചേച്ചിയും ഭാസ്കരൻ ചേട്ടനും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഏട്ടാ! അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മേഘയാണ് ആദ്യം വിഷ് ചെയ്തത്. നീ ഇതെപ്പോ ഇവിടെ എത്തി? അവൻ മേഘയോട് ചോദിച്ചു. നിങ്ങൾ ഓഫീസിൽ നിന്ന് വരും മുന്നേ തന്നെ ഞാൻ ഇവിടെ എത്തിയിരുന്നു. കയ്യിലിരുന്ന ബോക്സിൽ നിന്നും കഴിഞ്ഞ ദിവസം വാങ്ങിയ വാച്ച് പുറത്തേക്കെടുത്ത് അവന്റെ കയ്യിൽ കെട്ടിക്കൊടുക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. അതിനുശേഷം ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ് എന്നെഴുതിയ ഒരു കിറ്റും അവൾ അവന്റെ കയ്യിലേക്ക് നൽകി. താങ്ക് യു മോളെ. സന്തോഷത്തോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു. മുന്നോട്ട് വന്ന ശിവ അവന്റെ കയ്യിലേക്ക് മറ്റൊരു ചെറിയ പൊതി നൽകി. ഹാപ്പി ബർത്ത്ഡേ വിജയ്! താങ്ക് യു ശിവ. അവൾ നൽകിയ ബോക്സ് അവൻ തുറന്നു. ശിവയുടെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ബുള്ളറ്റിന്റെ താക്കോൽ. ഞാൻ ഏറ്റവും വിലമതിച്ചിരുന്ന ഒന്നാ ആ ബുള്ളറ്റ്. അച്ഛൻ ഉപയോഗിച്ചിരുന്നത്. ഇനി അത് വിജയിന്റെ കയ്യിലിരിക്കട്ടെ. അവൾ പറഞ്ഞത് കേട്ട് അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി. പിന്നീട് അദ്രിക മുന്നിലേക്ക് വന്ന് വശ്യമായ ഒരു ചിരിയോടെ മറ്റൊരു ചെറിയ ബോക്സ് അവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു. ജന്മദിന ആശംസകൾ ഇച്ച. അവൻ ആ ബോക്സ് വാങ്ങുന്നതിനിടയിൽ അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് അവന് മാത്രം കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ അവൾ വിളിച്ചത് കേട്ട് അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു. തുറന്നു നോക്ക്, ഇഷ്ടപ്പെട്ടോ എന്ന്. ആ ബോക്സും പിടിച്ച് അവൻ അന്തിച്ചു നിൽക്കുന്നത് കണ്ട് അവൾ ഒരു കുസൃതി ചിരിയോടെ പറഞ്ഞു. അവൻ ആ ബോക്സ് തുറന്നു. ഒരു പ്ലാറ്റിനം ചെയിൻ, അതിന്റെ അറ്റത്ത് ഭംഗിയുള്ള ഒരു ത്രിശൂലത്തിന്റെ ലോക്കറ്റും. നിങ്ങൾ ക്രിസ്ത്യൻസ് തൃശൂലത്തിന്റെ ലോക്കറ്റ് ഇടുവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതാ വാങ്ങിയേ. ഇഷ്ടമായില്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാട്ടോ. അവളങ്ങനെ പറഞ്ഞെങ്കിലും ആ കണ്ണുകളിൽ തെളിഞ്ഞ പ്രതീക്ഷ കണ്ട് അവൻ ആ ചെയിൻ കഴുത്തിലേക്ക് തന്നെ അണിഞ്ഞു. അത് കണ്ടതും അവളുടെ മുഖം തെളിഞ്ഞു. വാ എല്ലാവരും, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ശിവ വിളിച്ചത് കേട്ട് എല്ലാവരും ടീപ്പോയുടെ മുകളിൽ വെച്ചിരിക്കുന്ന കേക്കിനടുത്തേക്ക് ചെന്നു. ഹാപ്പി ബർത്ത്ഡേ വിജയ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു അടിപൊളി പ്രാലൈൻ ബട്ടർ സ്കോച്ച് കേക്ക്. എല്ലാവരും ചേർന്ന് കൈകളടിച്ച് ആശംസയോടെ പാടുന്നതിനിടയിൽ അവൻ ആ കേക്ക് കട്ട് ചെയ്ത് ആദ്യത്തെ കഷ്ണം
മേഘയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അടുത്തത് അമലിന്. അത് കഴിഞ്ഞ് ഓരോ പീസുകൾ വീതം അവൻ ശിവയ്ക്കും അദ്രികയ്ക്കും നൽകി. മാറി നിന്നിരുന്ന ശാന്തമ്മ ചേച്ചിയെയും ഭാസ്കരൻ ചേട്ടനെയും അടുത്തേക്ക് വിളിച്ച് അവർക്കും അവൻ ഓരോ കഷ്ണം കേക്ക് വീതം മുറിച്ചെടുത്ത് നൽകി. പിന്നെ അധികം കുശുമ്പൊന്നും കുത്തണ്ട, ഒരു പേർ ഷർട്ടും ജീൻസും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇയാൾക്ക് വേണ്ടി. ഇടയ്ക്ക് അമലിനടുത്തേക്ക് ചെന്ന് അവന് മാത്രം കേൾക്കാൻ പറ്റുന്ന വിധത്തിൽ മേഘ പറഞ്ഞത് കേട്ട് അവന്റെ മുഖത്ത് ഒരു കുസൃതിച്ചിരി വിടർന്നു. ഇച്ച ഒരു കോഴിക്കാലിടട്ടെ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തൊട്ടടുത്തിരിക്കുകയായിരുന്ന അമൽ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചത് കേട്ട് വിജയ് അവനെ തുറിച്ചൊന്നു നോക്കി. ഞാൻ കേട്ട് ഒരു ഇച്ഛാവിളി. കണ്ണിറുക്കിക്കൊണ്ടുള്ള അവന്റെ പറച്ചിൽ കേട്ട് വിജയ് ഭക്ഷണം തൊണ്ടയിൽ കെട്ടിയതുപോലെ ഒന്ന് ചുമച്ചു. എന്താ പറ്റിയേ? എല്ലാവരും ഒരുമിച്ചാണ് ചോദിച്ചത്. ഏയ് ഒന്നുമില്ല. മറുപടി പറഞ്ഞിട്ട് വിജയ് അമലിനെ നോക്കി പല്ല് കടിച്ചു. അവനൊന്നും അറിയാത്തതുപോലെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പുറത്തൊരു ജീപ്പ് വന്നു നിൽക്കുന്ന ശബ്ദം അവർ കേട്ടു. ഭാസ്കരൻ ചേട്ടാ, ആ വന്നത് ആരാന്നെന്ന് നോക്കാമോ? ശിവ പറഞ്ഞത് കേട്ട് പുറത്തേക്ക് പോയ ഭാസ്കരൻ ചേട്ടൻ അല്പസമയം കഴിഞ്ഞ് തിരികെ വന്നു. കുഞ്ഞേ, ആ CA ഫസൽ സാറാ വന്നിരിക്കുന്നേ. എന്താണാവോ കാര്യം? ചേട്ടൻ അയാളോട് ഇരിക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞു കുഞ്ഞേ, സാർ അവിടെ ഇരിക്കുന്നുണ്ട്. ശരി, ഞങ്ങളിപ്പോ വരാനൊന്ന് പറഞ്ഞേക്കേ. ഓ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് സാവധാനം ചെന്നാ മതി. എന്തായിരിക്കും കാര്യം? എന്തേലും പ്രശ്നമില്ലാതെ നേരിട്ട് വരില്ല. ശിവ ആകാംക്ഷയോടെ വിജയിനെ നോക്കി. ആ, എന്തായാലും നോക്കാം. ആ മറുപടിയിലൂടെ അവൻ അവളെ ആശ്വസിപ്പിച്ചു. ഭക്ഷണം കഴിഞ്ഞവർ ചെന്നപ്പോൾ CI ഫസൽ സ്വീകരണ മുറിയിലുണ്ടായിരുന്ന പെയിന്റിങ്ങുകൾ നോക്കി ആസ്വദിക്കുകയായിരുന്നു. കാൽപ്പനുമാറ്റം കേട്ട് തിരിഞ്ഞ അയാൾ അവരെ കണ്ട് ഔപചാരികതയോടെ ചിരിച്ചു. ഇക്ക. CI ഫസലിനെ കണ്ടതും മേഘ വിളിച്ചത് കേട്ട് എല്ലാവരും ആശ്ചര്യത്തോടെ അവളെ നോക്കി. അവളുടെ മുഖത്ത് പരിചയഭാവം കലർന്നൊരു ചിരിയായിരുന്നു. ആദ്യം ഒന്ന് സംശയിച്ചെങ്കിലും അവളെ സൂക്ഷിച്ചു നോക്കിയ ഫസലിന്റെ മുഖത്തും ഒരു പരിചയഭാവം തെളിഞ്ഞു. മോളെ, നീ എന്താ ഇവിടെ? ഫസൽ അവളുടെ അടുത്തേക്ക് വന്ന് കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇക്ക, ഞാനിവിടുത്തെ ഹോസ്പിറ്റലാ വർക്ക് ചെയ്യുന്നേ. ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. പിന്നെ ഇത് വിജയേട്ടൻ. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ മഞ്ചേച്ചിയുടെ കാര്യം? ഇതാ ആള്. ഇന്ന് ഏട്ടന്റെ ബർത്ത്ഡേയാ. അപ്പോ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കൂടിയതാ. ഓ, മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ വിജയ്. അവന് ഷേക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് ഫസൽ വിഷ് ചെയ്തു. ഏട്ടാ, ഇത് എന്റെ കൂടെ MBBS പഠിച്ചിരുന്ന ഷമീറിന്റെ ബ്രദറാ ഫസലിക്ക. അവൾ ഫസലിനെ വിജയ്ക്കും പരിചയപ്പെടുത്തി. താങ്ക് യു സർ, ഇരിക്കൂ. അത് കേട്ട് ഫസൽ സെറ്റിയിലേക്ക് ഇരുന്നു. എല്ലാവരും ഇരുന്ന് കഴിഞ്ഞതും ഒന്ന് മുരടനക്കിയിട്ട് ഫസൽ പറഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ദിവസം കരിങ്കനാട്ട് കാവിനടുത്ത് പഴയൊരു തടിമിൽ വെച്ചൊരു മേർഡർ നടന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ? യെസ്, അറിഞ്ഞിരുന്നു. വിജയ് തന്നെ അതിന് മറുപടി പറഞ്ഞു. എനിക്കാ ആ കേസിന്റെ അന്വേഷണ ചുമതല. പറയുന്നതിനൊപ്പം ഫസൽ എല്ലാ മുഖങ്ങളും ഒന്ന് ഓടിച്ചു നോക്കി. ഹെൻറി എന്നൊരുത്തനാ അന്ന് അവിടെ വെച്ച് മരിച്ചത്. അവൻ ആളൊരു തലവേദനയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇക്ക, അത് ഇവിടെ പറയാൻ എന്താ കാര്യം? മേഘ ചോദിച്ചത് കേട്ട് അയാൾ ഒരു ചിരിയോടെ ബാക്കിയുള്ളവരെ നോക്കി. എന്താ കാരണമെന്ന് ഇവർക്കറിയാം അല്ലേ വിജയ്? കൈകൾ കൂട്ടിത്തിരുമി വിജയിന് നേരെ ഒന്ന് മുന്നോട്ട് ആഞ്ഞിരുന്നിട്ട് ഫസൽ ചോദിച്ചു. വെട്രിവേൽ എല്ലാം പറഞ്ഞു അല്ലേ സാർ? വിജയ് ചോദിച്ചത് കേട്ട് മേഘ ഒരു പകപ്പോടെ അവനെ നോക്കി. എന്നാൽ മറ്റു മുഖങ്ങളിൽ കണ്ട നിസ്സംഗത അവളെ ചിന്താകുഴപ്പത്തിലുമാക്കി. ആ പരിസരത്തെ CCTVയിൽ പതിഞ്ഞ നിങ്ങളുടെ ബുള്ളറ്റും ബൈക്കുമാ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ ഹിന്റ്. ട്രേസ് ചെയ്തപ്പോ ബുള്ളറ്റ് ശിവയുടെ അച്ഛന്റെ പേരിലുണ്ടായിരുന്നതും പിന്നീട് ശിവയുടെ പേരിലേക്ക് മാറ്റിയതുമാണെന്ന് മനസ്സിലായി. ബൈക്ക് അമൽദാസ് എന്ന ഒരാളുടെയും. ഇൻസ്പെക്ടർ ബിനുവ വിജയനെയും അമലിനെയും പറ്റി പറഞ്ഞത്. മാത്രമല്ല ആ സമയത്ത് ബുള്ളറ്റിന്റെ പുറകിലുണ്ടായിരുന്ന പെൺകുട്ടി ശിവ ആണെന്നും മനസ്സിലായി. നിങ്ങളുടെ ഫോട്ടോ കാണിച്ചപ്പോൾ വെട്രിവേലും കൂട്ടരും അത് തിരിച്ചറിയുകയും ചെയ്തു. ഇനി പറയും, എന്താണ് സംഭവിച്ചത്? വിജയിനെ നോക്കി ചോദിച്ചതിന് ശേഷം ഫസൽ സെറ്റിയിലേക്ക് വീണ്ടും ചാരിയിരുന്നു. ശിവയെയും അമലിനെയും ഒന്ന് നോക്കിയതിന് ശേഷം വിജയ് പറഞ്ഞു തുടങ്ങി. ജെറാൾഡ് ശിവയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മുതൽ തേക്കടിയിലെ ലേക്ക് പാലസിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളും, ജെറാൾഡിന്റെ പേരിൽ ഹെൻറി കടന്നു വന്നതും, പിന്നീട് ശിവയെ ട്രാപ്പിലാക്കി സ്വത്തുക്കൾ എഴുതി വാങ്ങാൻ ശ്രമിച്ചതും, ഒടുവിൽ പുറത്തുനിന്നും വെടിയേറ്റവൻ മരിച്ചതും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞു. മേഘ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് കണ്ണും മിഴിച്ചിരിക്കുകയായിരുന്നു. അല്പനേരം കണ്ണുകൾ അടച്ചിരുന്ന് ആലോചിച്ചിട്ട്
CI ഫസൽ വീണ്ടും കണ്ണുകൾ തുറന്ന് വിജയിനെ നോക്കി. വെട്രിവേൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ ഇപ്പോൾ നിങ്ങളും പറഞ്ഞത്. സോ ഐ ബിലീവ് ഇറ്റ്. അന്ന് ആ മില്ലിൽ വെച്ച് ശിവ ഒപ്പിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ ആ സ്റ്റാമ്പ് പേപ്പറുകൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഉണ്ട് സാർ, ഞാൻ എടുത്തുകൊണ്ട് വരാം. ശിവ തലകുലുക്കിയിട്ട് അകത്തേക്ക് നടന്നു. ആരുടെ പേരിലേക്ക് സ്വത്തുകൾ മാറ്റാനാ അതിൽ എഴുതി വെച്ചിരിക്കുന്നേ? ശിവ പോകുന്നതൊന്ന് നോക്കിയതിനു ശേഷം ഫസൽ തിരിഞ്ഞ് വിജയനോട് വീണ്ടും ചോദിച്ചു. ആ ഭാഗം ബ്ലാങ്ക് ആയിരുന്നു സർ. വിജയ് പറഞ്ഞത് കേട്ട് ആലോചനയോടെ അയാളൊന്ന് മൂളി. അപ്പോഴേക്കും ശിവ അന്ന് ഒപ്പിട്ട സ്റ്റാമ്പ് പേപ്പറുകൾ അകത്തു നിന്നും എടുത്തുകൊണ്ടുവന്ന് CI ഫസലിന് കൊടുത്തു. എന്തുകൊണ്ടാണ് ഈ കാര്യം നിങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യാതിരുന്നത്? ആ പേപ്പറുകൾ മറിച്ചു നോക്കുന്നതിനിടയിൽ ഫസൽ ചോദിച്ചത് കേട്ട് വിജയും ശിവയും പരസ്പരം നോക്കി. പേപ്പറുകളൊന്ന് വായിച്ചു നോക്കിയിട്ട് മറുപടിക്കായി ഫസൽ അവരെ നോക്കി ചോദ്യഭാവത്തിൽ മൂളി. സാറിനറിയാലോ ശിവയ്ക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ. ഇതിപ്പോ പല പ്രാവശ്യമായി. മെന്റലി ഷീ ഈസ് സോ അപ്സെറ്റ്. ഈ പോലീസ് വെരിഫിക്കേഷനും ചോദ്യം ചെയ്യലുമൊക്കെ വയ്യ എന്ന് ശിവ പറഞ്ഞതുകൊണ്ട് തന്നെയാ ഞങ്ങൾ മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. അതൊരു എക്സ്ക്യൂസ് അല്ലല്ലോ മിസ്റ്റർ വിജയ്. ഈ ഒരു കാര്യത്തിൽ ഇപ്പോ നിങ്ങളും എന്റെ മുന്നിൽ തെറ്റുകാരനാ. സാർ, അതുകൂടാതെ കഴിഞ്ഞ ദിവസം ഷീ മെയ്ഡ് എ സൂയിസൈഡ് അറ്റംപ്റ്റ്. വാട്ട്? ശിവ, നീ? അദ്രിക അറിയാതെ ശബ്ദം ഉയർത്തിപ്പോയി. അതെന്താ, സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയ കാര്യം ഇവരാരും അറിഞ്ഞില്ലേ? സംശയത്തോടെ ഒന്ന് നോക്കിയിട്ട് ഫസൽ വിജയനോട് ചോദിച്ചു. ഇല്ല, കഴിഞ്ഞ ദിവസം രാത്രി ഉറക്കം വരാതെ ഞാൻ ഓട്ടോ ഹൗസിന്റെ സീറ്റ് ഉള്ളിരിക്കുന്ന സമയത്താ ശിവ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ടത്. പുറത്ത് ബംഗ്ലാവിന്റെ ഇടതുവശത്തുള്ള ഉയരം കുറഞ്ഞ മാവിന്റെ ശിഖരത്തിൽ ഷാൾ ഉപയോഗിച്ച് കുടുക്കിടുന്നത് കണ്ട് ഞാനാ ശിവയെ രക്ഷപ്പെടുത്തിയത്. പക്ഷെ ഇക്കാര്യം മറ്റാരോടും പറയേണ്ടെന്ന് ശിവ പറഞ്ഞത് കാരണം ഞാൻ ഇതുവരെ ആരോടും അറിയിച്ചിട്ടില്ല. ഇതിപ്പോ പറഞ്ഞത് സാർ ശിവയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാ. വിജയ് പറഞ്ഞത് കേട്ട് അദ്രിക ശിവയെ ചേർത്തു പിടിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ശിവ ഒന്നുമില്ല എന്ന മട്ടിൽ അവളെ നോക്കി കണ്ണടച്ച് കാണിച്ച് ചിരിച്ചു. ഇതിപ്പോ ഇല്ലിതാഴത്തെ പ്രശ്നമായതുകൊണ്ട് ഞാൻ നോക്കിക്കൊള്ളാം. പക്ഷെ നിങ്ങളൊരു കംപ്ലൈന്റ് തന്നേ പറ്റൂ. ആ സംഭവം നടന്ന ഡേറ്റ് വെച്ചുള്ള ഒരു കംപ്ലൈന്റ് എഴുതി ഒപ്പിട്ട് നാളെ കാലത്ത് തന്നെ ഇൻസ്പെക്ടർ ബിനു ഏൽപ്പിക്കണം. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ശരി സാർ, അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി മറ്റൊരു കാര്യം. ഈ സ്കൂട്ടർ ആരുടേതാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അല്ലെങ്കിൽ ഇതിനു മുൻപ് ഇതെവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? പോക്കറ്റിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് അവരെ കാണിച്ചുകൊണ്ട് ഫസൽ ചോദിച്ചു. അതിന്റെ നമ്പർ ക്ലിയർ ആണ്, സൂക്ഷിച്ചു നോക്കിയിട്ട് പറയൂ. സാധാരണ ഒരു സ്കൂട്ടർ ആയിരിക്കുമെന്ന് വിചാരിച്ച് ആ ഫോട്ടോയിലേക്ക് നോക്കിയ അമലും വിജയും അത്ഭുതത്തോടെ പരസ്പരം നോക്കി. ഏകദേശം 10 ലക്ഷം രൂപയോളം വില വരുന്ന പവർ പാക്ഡ് ബ്ലാക്ക് BMW C400 GT സ്കൂട്ടർ ഒരു ബ്ലാക്ക് സ്യൂട്ടും ഹെൽമറ്റും അണിഞ്ഞ ഒരാൾ ഓടിക്കുന്നതായിട്ടാണ് ആ ഫോട്ടോയിൽ കാണുന്നത്. അറിയില്ല സാർ. വിജയും അമലും പറഞ്ഞത് കേട്ട് ഫസൽ ശിവയെയും അദ്രികയെയും നോക്കി. ഇക്ക, ഇത് മഞ്ചേച്ചിയുടെ സ്കൂട്ടറാ. ഒരിക്കലും ചേച്ചി ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മേഘ പറഞ്ഞത് കേട്ട് വിജയും അമലും അവളെ അത്ഭുതത്തോടെ നോക്കി. ആന്നോ? ഫസൽ ശിവയോടും അദ്രികയോടുമായിട്ട് ചോദിച്ചു. അതെ സാർ, ഇത് മഞ്ചേച്ചിയുടെ സ്കൂട്ടർ തന്നെയാ. പക്ഷെ ചേച്ചി ഇത് എല്ലായ്പ്പോഴും ഒന്നും എടുക്കാറില്ല. ഞങ്ങളും ഓടിച്ചിട്ടുണ്ട് ആ സ്കൂട്ടർ. എന്താ സാർ ഇപ്പൊ ഇതേപ്പറ്റി ചോദിച്ചേ? ഇതിന്റെ ഓണറുടെ പേര് ഞങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിരുന്നു. എങ്കിലും നിങ്ങൾ പറയുമോ എന്നറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അന്ന് ഹെൻറി കൊല്ലപ്പെട്ട ദിവസം നിങ്ങളുടെ ബുള്ളറ്റും ബൈക്കും കണ്ട അതേ CCTVയിൽ നിന്ന് ലഭിച്ചതാ ഈ സ്കൂട്ടറിന്റെ ഫോട്ടോയും. നിങ്ങൾ ബൈക്കിൽ ആ ഗോഡൌണുള്ള ഭാഗത്തേക്ക് പോകുന്നതിനും ഏകദേശം 1 മണിക്കൂർ മുന്നേ ഈ ബൈക്ക് അങ്ങോട്ട് കടന്നുപോയിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് ഗോഡൌണിൽ മുന്നിൽ കിടക്കുന്ന ഓമ്നി വാൻ അങ്ങോട്ടേക്ക് വരുന്നത് CCTVയിൽ പതിഞ്ഞിരിക്കുന്നത്. അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ് നിങ്ങളുടെ ബൈക്കും ബുള്ളറ്റും ആ വഴി കടന്നു വന്നത്. എന്നാൽ സംഭവം നടന്നു എന്ന് പറയുന്ന സമയം കഴിഞ്ഞ് അപ്പോൾ തന്നെ ഈ സ്കൂട്ടർ അതുവഴി തിരികെ പോയിട്ടുമുണ്ട്. അതും CCTVയിൽ കൃത്യമായി പതിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് നിങ്ങളുടെ ബൈക്കും ബുള്ളറ്റും അതുവഴി തിരികെ പോയിരിക്കുന്നത്. സോ ദർ ഇസ് എ ചാൻസ് ദാറ്റ് ഹെൻറിയെ ഷൂട്ട് ചെയ്ത ആൾ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സ്കൂട്ടർ ആകാം. സാർ പറയുന്നത് മഞ്ചേച്ചിയാണ് ഇതിന് പിന്നിലെന്നാണോ? ശിവ ചോദിച്ചു. നോ മിസ് ശിവ, ഞാനൊരു സംശയം പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ബോഡി ലാംഗ്വേജിൽ നിന്നും ഈ സ്കൂട്ടർ ആ സമയത്ത് ഓടിച്ചിരിക്കുന്നത് ഒരു പുരുഷനാണ്. ദാറ്റ് ഈസ് ക്ലിയർ. സാർ, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ശിവ പറഞ്ഞത് കേട്ട് ഫസൽ അവളെ നോക്കി. യെസ്, പറയൂ ശിവ. ആ ജോർജ് ജോസഫ് ഇമ്മട്ടിയെയും ഫാമിലിയെയും സാർ അറിയില്ലേ? ഉവ്, അറിയാം. ടൗണിൽ ജ്വല്ലറിയും ടെക്സ്റ്റൈൽസും ഒക്കെ നടത്തുന്ന ഇമ്മട്ടിയല്ലേ? അതെ സാർ, അവരും ഞങ്ങളും തമ്മിൽ പണ്ട് തൊട്ടേ പല കാര്യങ്ങളിലും മത്സരമുണ്ട്, ശത്രുതയും. അവരാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന്
വല്ല സംശയവും മിസ് സ്റ്റീവനേക്കുണ്ടോ? അതറിയില്ല സാർ. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. പറയുന്നതിനിടയ്ക്ക് ശിവ അദ്രികയെ ഒന്ന് നോക്കി. അവൾ എന്താണ് പറയാൻ പോകുന്നതെന്ന ചിന്തയിലായിരുന്നു അദ്രിക. എന്താണ്, പറയൂ. സർ, കഴിഞ്ഞ ദിവസം ആ ഇമ്മട്ടിയുടെ മകൻ വിൽഫ്രഡും മഞ്ജമ്മ ചേച്ചിയും കുളമാവിലെ ഗ്രീൻബർഗ് റിസോർട്ടിൽ വെച്ച് കണ്ടുമുട്ടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചോദിച്ചപ്പോ എന്തോ പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യം സംസാരിക്കാൻ വേണ്ടിയെന്നാ മഞ്ജമ്മ ചേച്ചി ഞങ്ങളോട് പറഞ്ഞത്. ശിവ പറഞ്ഞു വന്നത് തടയാനെന്ന മട്ടിൽ അദ്രിക മറ്റാരും കാണാതെ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എന്നാൽ തന്റെ കയ്യിൽ കടന്നു പിടിച്ച അദ്രികയുടെ കയ്യിൽ മറ്റേ കൈകൊണ്ട് മെല്ലെ തട്ടി അവളെ ആശ്വസിപ്പിക്കുകയാണ് ശിവ ചെയ്തത്. സോ വാട്ട്? അതിലിത്ര പ്രത്യേകത എന്ത് എന്ന മട്ടിൽ ഫസൽ പുരികങ്ങൾ ഉയർത്തി. സാർ, അങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള കാലിബറൊന്നും മഞ്ജേച്ചിക്കില്ല. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞതിൽ എനിക്ക് സംശയമുണ്ട്. അത് പക്ഷേ മിസ്റ്റർ പ്രശാന്തും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണെങ്കിലോ? എനിക്കങ്ങനെ തോന്നുന്നില്ല സാർ. അങ്ങനെ ഒരു കാര്യം അറിഞ്ഞാല് മുത്തച്ഛൻ ഒരിക്കലും അതിന് സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രശാന്ത് ഏട്ടൻ അവരുമായ ഒരു ബിസിനസ് തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഓക്കെ, ലെറ്റ് us see. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നോക്കാം. സാർ, ചേച്ചിയോട് ഈ കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ദയവായി സാർ ചേച്ചിയെ സാറിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാൽ മതി കേട്ടോ. ഇല്ലിതാഴത്ത് ചെന്ന് ചോദിക്കാൻ നിൽക്കണ്ട പ്ലീസ്. മുത്തച്ഛൻ ഇതൊക്കെ അറിഞ്ഞാല് വല്ലാത്ത വിഷമത്തിലാവും, അതാ. അദ്രിക എടുത്തു പറഞ്ഞത് കേട്ട് ഫസൽ അവളെ നോക്കി. അത് ഞാൻ നോക്കിക്കൊള്ളാം, ഡോണ്ട് വറി. എന്തായാലും നിങ്ങൾ കംപ്ലൈന്റ് കൊടുക്കാൻ മറക്കണ്ട, ബാക്കി ഞാൻ ഏറ്റു. അത്രയും പറഞ്ഞ ശേഷം CI ഫസൽ പോകാനായി എഴുന്നേറ്റു. ചേച്ചി. മേഘ ഫസലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് സങ്കടത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് അയാൾ മെല്ലെ അവളുടെ തോളിൽ തട്ടി. വിഷമിക്കാതിരിക്കുമോളെ, നമുക്ക് നോക്കാം കേട്ടോ. അതും പറഞ്ഞ് ഫസൽ യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. വിജയ് മേഘയുടെ അടുത്തേക്ക് ചെന്ന് അവളെ തന്നിലേക്ക് ചേർത്തു നിർത്തി. ചേച്ചിയുടെ കാര്യമോർത്ത് നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ വിജയിന്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. തുടരും. വില്ലുവാദ്രി അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകുകയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക്